കാണുമ്പോ നിന്റെ മുതലാളിയുടെ ചൊറിച്ചിൽ കുറയും. എന്റെ സാറേ ശരിയാകുകയല്ല. നീ പോ ലോറൻസേ. മുതൽ തിരിച്ചു കിട്ടാതെ പുള്ളിക്കാരൻ അടക്കത്തില്ല സാറേ. ഇങ്ങോട്ട് കയറി വന്നുകളി. ചില നേരത്തെ അയാളുടെ സ്വഭാവം മഹാപിഴയാ. എടോ സിറ്റുവേഷൻ മഹാമോശമാ. കാശ് കയ്യിൽ വെച്ചിട്ട് തരാത്തൊന്നുമല്ലല്ലോ. ബാങ്കുകാർ ഒരു വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാ ആ മാനേജർ ദാസൻ പന്നി എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞത്. കഥകളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. പോയി എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യൂട്ടാ. മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ മാനേജ് ചെയ്യ, അത്ര തന്നെ. ഒരു രക്ഷയില്ലെങ്കിൽ കുറച്ച് എലിവേഷം മേടിച്ച് നീ നിന്റെ മുതലാളിക്ക് കൂടെ ബാക്കി കാശിന് നീയും പുട്ടടിച്ചോ. നീ പോലെ ഓറൻസേ. അല്ല അതെ എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? അല്ല നീ എന്താ ഇവിടെ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി കുറെ കാർഡ്സ് അയച്ചു, ഫോൺ ചെയ്തു, പിള്ളേർ സെറ്റിന് കുറെ ചോക്ലേറ്റ്സ് വാങ്ങി, പ്ലസ് അല്ലറ ചില്ലറ ഷോപ്പിംഗ്. മുത്തു കുറച്ച് പോക്കറ്റ് മണി തന്നെ. എന്താ മോളെ ഒരു അപലക്ഷണം കെട്ട ചിരി? ആരാ മോനെ ലോറൻസ്? ലോറൻസ് മൈ ഫ്രണ്ട്, എന്റെ വെരി ക്ലോസ് ഫ്രണ്ട്. എന്താ? അല്ല ഒന്നുമില്ല. ഈ ക്ലോസ് ഫ്രണ്ട്സിന് ഇങ്ങനെ കാശ് കൊടുക്കുവോ കാണാൻ വരുമ്പോ? ഓ, എല്ലാം മാറിയെന്ന് വാച്ച് ചെയ്യായിരുന്നല്ലേ? ബോബന് മോളിലെ പട്ടിയെ പോലെ എല്ലാ ഫ്രെയിമിലും നീ ഉണ്ടാവുമല്ലോ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വളരെ വറി ചെയ്യുന്നുണ്ടോ? ചില്ലറ പ്രശ്നങ്ങൾ ഇല്ലാതില്ല. എന്താ? എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നു സ്വാമി. എന്ത് വഴി? ഏത് വഴി? അങ്ങനെ ചുമ്മാ പറഞ്ഞു തരാനൊന്നും പാടില്ല, എന്നാലും പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. മനസ്സിലായില്ലേ? മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. ദിസ് ഈസ് കന്നഡ. മേക്ക് ഇറ്റ് ഇൻ മലയാളം. ഇതിന്റെ അർത്ഥം മലയാളത്തിൽ എന്താന്ന് വെച്ചാ പറഞ്ഞതാ. അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ആവശ്യക്കാരന്റെ ഡ്യൂട്ടിയാണ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು പോയി 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 പോയി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. എടാ, നിനക്ക് കന്നഡ അറിയാമോ? ഏയ്, ഞാനാ ടൈപ്പല്ല. തമാശകളാ, ഇത് സംഗതി സീരിയസാ. നീ കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ, എന്താ സംഭവം? പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത് കന്നഡ? പിന്നല്ലാതെ. എടാ, ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചു കാലം പഞ്ചാബിലായിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത്രേ ഉള്ളൂ. ഇത് വെരി സില്ലി. എന്നാ പറ. എന്നാ പറയട്ടെ. 5 കസിൻ എന്ന് പറഞ്ഞാൽ 5 കസിൻ. കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന് കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡത്തില് രവിശങ്കർ അല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. മധു ഇല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡി കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്ന